അവൻ ഏതായാലും താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറിയോ ഈ സ്ഥലം? നോ സർ, ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടിട്ടൊരു പ്രേതാലയം പോലുണ്ട്. ആണല്ലോ. ശവത്തിന്റെ മണം. റുമേനിയയിലെ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു നിലവറ അവിടെയും ഉണ്ട്. കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. ആ, പേടിക്കണം. IPS കാരന്റെ ചോരയാണെന്ന് പറഞ്ഞ് ഡ്രാക്കുള വേണ്ടെന്നൊന്നും വെക്കത്തില്ല. കം 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 കം. എന്താ ഡോക്ടർ? അത് ശരി. തുറക്കാനാ പറഞ്ഞത്. ഹേയ്, തുറക്കാൻ. ഗോ ഗോ ഗോ. ലിഫ്റ്റ് ലിഫ്റ്റ്. ഡോക്ടർ എന്താ നോക്കിയേ. ഓ മൈ ഗോഡ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ നിര കൂടുകയാണ്. ലൂസി കർത്താവെ അടുത്ത്. ഡ്രാക്കുള ഈ രണ്ടോളുമാരെയും പുറത്തു നിർത്തിയിരിക്കായിരുന്നു തോന്നുന്നു. നമ്മൾ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നത്. എവിടെ നിന്ന് വരുന്നത്? ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ ഭാര്യ വിളിക്കട്ടെ? നോ 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 നോ, അത് നിന്റെ ചേട്ടന്റെ ഭാര്യ ഒന്നുമല്ല. ഇപ്പോൾ വാമ്പയറാണ്. രണ്ടിനെ നശിപ്പിക്കണം. കം. ഇതെന്തിനാ? വെടിവെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഹൃദയം തകർക്കണം, അല്ലെങ്കിൽ തല വെട്ടി മാറ്റി തീയിലിട്ട് ചുടണം. അയ്യോ, പച്ച ജീവനോട് കിടക്കുന്ന ലൂസിയെ അങ്ങനൊന്നും ചെയ്യണ്ട. ഈ IPS ഓഫീസറെ ഞാൻ കഴുതയെന്ന് വിളിക്കേണ്ടി വരും. വാ. ഒന്ന് പേര് വിളിച്ചു നോക്ക്. ലൂസി, ലൂസി. ബെന്നി, ബെന്നി, എന്നെ രക്ഷിക്ക് ബെന്നി. ഡോക്ടർ, നമുക്ക് ലൂസി എങ്ങനെ രക്ഷപ്പെടുന്നു? ഇപ്പൊ മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ യഥാർത്ഥ ശവശരീരം. ഇനി നമുക്ക് അടുത്തവളെ ഫിനിഷ് ചെയ്യാം. വാ. ഇതിനിടയിൽ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കമോൺ, ഈ പോൾ റോബിൻസൺ അവളെ വെറുതെ വിടില്ല. Yeah.